ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വിചിന്തനത്തിനായിട്ട് ഒന്ന് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വൈകുന്നേരം 6:30 അല്ലെങ്കിൽ 7 മണിക്കൊക്കെ സന്ധ്യാമണി അടിക്കുന്ന ഒരു നല്ലൊരു പതിവുണ്ട്. പണ്ടുകാലത്ത് ഈ സന്ധ്യാമണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, ആ മണിനാദം കേൾക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമായിരുന്നു. ഇനി അതിനും സാധിച്ചില്ല എങ്കിൽ കുരിശിൻ്റെ അടയാളത്താൽ നമ്മെ തന്നെ ഒന്ന് മുദ്രിതമാക്കുമായിരുന്നു. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ആ ഒരു മനോഹരമായ പാരമ്പര്യം നമ്മൾ എവിടെയോ വെച്ച് മറന്നുപോയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, പണ്ടൊക്കെ നമ്മൾ മുതിർന്നവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ കാണുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യുന്ന മനോഹരമായൊരു വാചകമുണ്ടായിരുന്നു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ജെൻസെഡ്, ആൽഫ കിഡ്സൊക്കെ ഈ കാലഘട്ടത്തിൽ ആ ഒരു പാരമ്പര്യം മറന്നുപോയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ട്, നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ പോയി മുട്ടുകുത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ അതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ വേണമെങ്കിൽ നിരത്തി വയ്ക്കാം മുൻപോട്ട്. 2024 ഡിസംബർ 24 മുതൽ 2026 ജനുവരി 6 വരെ കത്തോലിക്ക സഭയിൽ ജൂബിലി വർഷമായിട്ട് ആചരിക്കുകയാണ്. ഈ 2025 ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യമെന്ന് പറയുക പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് തന്നെ അനാദികാലം മുതലേ അനുരഞ്ജനത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമായിട്ടാണ് ഈ ജൂബിലി വർഷങ്ങൾ നമ്മൾ ആചരിക്കുക. ഈ അടുത്തു വരുന്ന ഈ ജൂബിലി വർഷം നമ്മെ തന്നെ ഒന്ന് നവീകരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. ഈ ജൂബിലി വർഷത്തിനായിട്ട് നന്നായിട്ട് ഒരുങ്ങുവാനായിട്ട് 2024 പ്രാർത്ഥനാ വർഷമായിട്ട് തിരുസഭയിൽ ആചരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയോടുള്ള ഒരു താല്പര്യം പലപ്പോഴും കുറഞ്ഞു വരികയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് തുടങ്ങിയ ഒട്ടനവധി കൺഫ്യൂഷൻസ് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ കുടിയേറിയിരിക്കുകയാണ്. അതുകൊണ്ട് ജൂബിലിക്കായി നന്നായി ഒരുങ്ങുവാൻ, പ്രാർത്ഥിച്ചൊരുങ്ങുവാനായിട്ട് വത്തിക്കാൻ സുവിശേഷവൽക്കരണ ഡിക്കസ്ട്രി ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക, ടീച്ചസ് ടു പ്രേ എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒട്ടനവധി പ്രബോധനങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ മനോഹരമായ പ്രബോധന ഗ്രന്ഥം പ്രധാനമായിട്ടും 10 ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ 10 അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥനയെക്കുറിച്ച് നൽകിയ ഒട്ടനവധി നിർവചനങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ എഴുതി വച്ചിരിക്കുന്നു നമുക്ക് വേണ്ടിയിട്ട്. പ്രാർത്ഥനയുടെ വേദപാരകത എന്നറിയപ്പെടുന്ന നിഷ്പാദുക കർമ്മലീത്ത സഭയുടെ സ്ഥാപകയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പ്രാർത്ഥനയെ നിർവചിക്കുക, എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്ന എൻ്റെ സ്നേഹനാഥനുമായിട്ട് ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്നാണ്. ഇതിനോട് ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചിരിക്കുക. പ്രാർത്ഥന എന്നാൽ സ്രഷ്ടാവായ ദൈവവുമായിട്ടുള്ള സംവാദമാണ് എന്നാണ് മാർപ്പാപ്പ പറയുക. നമ്മുടെ ഹൃദയങ്ങളിൽ ആരംഭിച്ച് സ്രഷ്ടാവിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ പ്രാർത്ഥനകൾ അവസാനിക്കുന്നു. വീണ്ടും മനോഹരമായിട്ട് നിർവചിക്കുകയാണ്, പ്രാർത്ഥന എന്നാൽ നമ്മുടെ ആത്മീയ ജീവശ്വാസമാണ്. അത് ഒരിക്കലും അസ്തമിക്കുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ആ ജീവശ്വാസം നമ്മിൽ പ്രവർത്തിക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് മാർപ്പാപ്പ പറയുകയാണ്. വീണ്ടും വിശുദ്ധ പാദ്രേ പിയോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, പ്രാർത്ഥന എന്നാൽ തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുവാനുള്ള താക്കോലുകളാണ് എന്ന്. എത്ര മനോഹരമായ നിർവചനങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെയും
ലൂക്കാ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഈശോയുടെ അടുത്തേക്ക് ഒരു അഭ്യർത്ഥനയുമായിട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുള്ള ഒരു അഭിനിവേശം. ഒരിക്കൽ കൂടി തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ ഒരിക്കൽ കൂടി പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മാർപ്പാപ്പ നമ്മെ ഓർപ്പിക്കുകയാണ്. ഗുരുവിന്റെ സവിധത്തിലേക്ക് പോവുക. ഇനി മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രായോഗികമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇടവകകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ യുവജനങ്ങളുടെ എപ്രകാരം പ്രാർത്ഥനയോടൊരു സ്നേഹം വീണ്ടും ഉജ്ജ്വലിപ്പിച്ചെടുക്കാമെന്ന് ഒത്തിരിയേറെ നിർദ്ദേശങ്ങൾ നമുക്ക് തരികയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇടവക പള്ളികളുമൊക്കെ ആയിട്ട് നമുക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇന്നിൻ്റെ സമൂഹത്തിൽ അറ്റാച്ച്മെൻറ്റിനേക്കാളും കൂടുതലായിട്ട് ഡിറ്റാച്ച്മെൻ്റാണ് ദേവാലയത്തോടും ദേവാലയ കാര്യങ്ങളോടും. ഈ പ്രബോധനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദിവ്യബലികളിലും സായാഹ്ന പ്രാർത്ഥനകളിലും അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ ആരാധനയിലുമൊക്കെ ഒത്തിരിയേറെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെ പങ്കുചേരുക. ദേവാലയത്തിലേക്ക് വരുവാനായിട്ട്, ദേവാലയ ശുശ്രൂഷകളിൽ പങ്കുചേരുവാനായിട്ട് കുട്ടികളെ പ്രചോദിപ്പിക്കുക. അത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കടമയാണ്. അതോടൊപ്പം തന്നെ ദേവാലയ ശുശ്രൂഷകരുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു കടമയാണ് എന്ന് ഈ പ്രബോധനം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലും പ്രാർത്ഥനയോടുള്ള ഒരു വിരക്തി, ഒരു താല്പര്യമില്ലായ്മ ഒത്തിരിയേറെ വെളിപ്പെട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ, ദൈവസ്നേഹ ജീവിതത്തിൻ്റെ, മാനുഷിക മൂല്യ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു ഈറ്റില്ലം എന്ന് പറയുക ക്രിസ്തീയ കുടുംബങ്ങളാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ TV-യുടെ മുൻപിലൊക്കെ സ്റ്റക്കായി പോവുകയാണ്, തിയേറ്ററുകളിൽ സ്റ്റക്കായി പോവുകയാണ്, കളിസ്ഥലങ്ങളിൽ സ്റ്റക്കായി പോവുകയാണ്, അല്ലെങ്കിൽ നൈറ്റ് ലൈഫൊക്കെ ആയിട്ട് പോവുകയാണ്. ഈ പ്രബോധനം ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ കുടുംബങ്ങളിൽ പ്രാർത്ഥന നമുക്ക് വീണ്ടും ഉജ്ജ്വലിപ്പിക്കാമെന്ന്. യാത്രയ്ക്ക് പോകുമ്പോൾ, സ്കൂളിൽ പോകുന്നതിന് മുൻപ്, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഭക്ഷണം കഴിച്ച ശേഷം ഒക്കെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കാൻ സാധിക്കും. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലാം. കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാം, ഒരു സമയം കണ്ടെത്താം. വിശുദ്ധ ബൈബിള് വായിക്കുവാനായിട്ട് സമയം കണ്ടെത്താം. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുവാനും മറ്റുള്ളവർക്ക് അത് കേൾപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. പ്രാർത്ഥനയോടുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ് എങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാവുന്നതേ ഉള്ളൂ. ഈ പ്രബോധനത്തിൽ പറയുക, യൗവനമെന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. യുവാക്കളും പ്രാർത്ഥനയും എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഈ പ്രബോധനം നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങളെ നമുക്ക് ചേർത്ത് നിർത്താം, അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിക്കാം. അതിന് ഇടവകയിലും കുടുംബങ്ങളിലുമൊക്കെ ഒരു പ്രയത്നം ആവശ്യമാണ്. ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ വേണമെങ്കിൽ ഒരു ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും ഒക്കെ നടത്തി പ്രാർത്ഥിക്കാമെന്ന് ഈ പ്രബോധനം പറയുകയാണ്. പിന്നെ യുവജന കൂട്ടായ്മകൾ, നമ്മുടെ KCYM, MCYM, ജീസസ് യൂത്ത് പോലുള്ള സംഘടനകളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുക, പ്രാർത്ഥനാ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുക. അങ്ങനെ യുവാക്കളെ തമ്പുരാൻ്റെ ആ സ്നേഹത്തിലേക്ക്, തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അവരിൽ ഒരാഗ്രഹം ജനിപ്പിക്കുക എന്നതും നമ്മളൊക്കെ നേരിടുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുക. ഒത്തിരിയേറെ ആപ്പുകളും പോഡ്കാസ്റ്റുകളും ഒക്കെ നമ്മുടെ യുവജനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേ ക്രൈസ്തവ പോഡ്കാസ്റ്റുകളും ആപ്പുകളും ഒക്കെയുണ്ട്. ഓൺലൈൻ ബൈബിള്, അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ കേൾക്കാൻ പറ്റുന്ന പോഡ്കാസ്റ്റുകൾ, അങ്ങനെ ഒത്തിരിയേറെ ആപ്പുകളും പോഡ്കാസ്റ്റുകളുമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ ഫേസ്ബുക്കിനോടും ഇൻസ്റ്റഗ്രാമിനോടും വാട്സപ്പിനോടും ഒക്കെ കൂടെ തന്നെ നമ്മുടെ ഈ ക്രൈസ്തവ ആപ്പുകളും പോഡ്കാസ്റ്റുകളും ഒന്ന് ചേർത്ത് വെച്ചുകൂടാ? അതോടൊപ്പം തന്നെ ഈ പ്രബോധനം നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഇടവകളിലൊക്കെ ഇടവക ധ്യാനങ്ങൾ നടത്തുക. ഒരു ഏകദിന ധ്യാനമെങ്കിലും വൈകുന്നേരങ്ങളിൽ ജോലിക്കാർക്കും എല്ലാവർക്കും വീട്ടുകാർക്കുമൊക്കെ പങ്കെടുക്കുവാൻ പറ്റുന്ന രീതിയിൽ ധ്യാനങ്ങൾ ഇടവകളിൽ സംഘടിപ്പിക്കുക. നിത്യാരാധന ചാപ്പലുകളൊക്കെ ഒത്തിരി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇടയ്ക്കൊക്കെ പോയിട്ട്
അവൻ്റെ സന്നിധിയിലൊന്ന് ആയിരിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ സന്യാസ ആശ്രമങ്ങളിലും സന്യാസികൾ പ്രാർത്ഥനയുടെ വക്താക്കളാണ്. ഈ പ്രബോധനത്തിൽ മാർപ്പാവ പറഞ്ഞു വയ്ക്കുക സന്യാസ ഭവനങ്ങൾ കൃപയുടെ ഉറവിടങ്ങളാണ് എന്നാണ്, സ്വർഗീയ കൃപകളുടെ ഉറവിടങ്ങളാണ് എന്നാണ്. അതുപോലെ തന്നെ തീർത്ഥാടന ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കുവാനായിട്ട് ഒത്തിരിയേറെ തവണ ഈ പ്രബോധനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നും ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നുണ്ട് ആത്മീയതയിൽ വളരുവാനായിട്ട്. വേണ്ടതൊന്നു മാത്രം നമ്മുടെ ഭാഗത്തു നിന്നുള്ള താല്പര്യം. പ്രിയമുള്ളവരെ, ഈ പ്രബോധനത്തിൻ്റെ അവസാനം ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ജൂബിലിയുടെ ഒരുക്കത്തിനായിട്ടുള്ള മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ സഹോദരനായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസവും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ച കാരുണ്യത്തിൻ്റെ ജ്വാലയും അങ്ങയുടെ രാജ്യത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ പ്രത്യാശ ഞങ്ങളിൽ പുനരുജ്ജീവിപ്പിക്കട്ടെ. അങ്ങയുടെ കൃപ ഞങ്ങളെ സുവിശേഷത്തിൻ്റെ വിത്തുകളുടെ തളരാത്ത കർഷകരാക്കി മാറ്റട്ടെ. തിന്മയുടെ ശക്തികളാൽ നശിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മഹത്വം ശാശ്വതമായി പ്രകാശിക്കുമ്പോൾ ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ഉറപ്പായ പ്രതീക്ഷയിൽ ആ വിത്തുകൾ മനുഷ്യരാശിയുടെയും മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെടട്ടെ. പ്രത്യാശയുടെ തീർത്ഥാടകരെ, സ്വർഗത്തിലെ നിധികൾക്കായി കൊതിക്കുന്ന ജൂബിലിയുടെ കൃപ നമ്മിൽ വീണ്ടും ഉണരട്ടെ. അതേ കൃപ ഭൂമിയിലെങ്ങും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ സന്തോഷവും സമാധാനവും പരത്തട്ടെ. ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവൻ, എന്നേക്കും മഹത്വവും സ്തുതിയും ഉണ്ടാകട്ടെ. ആമേൻ.